ഹായ് ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമുക്കും സുഖമാണ്. ഇന്ന് ഞാൻ ഒറ്റക്കട്ട ഇൻട്രോ പറയുന്നത്. നദീർക്ക് ഇവിടെ ഇല്ല, നദീർക്കും ഇല്ല, ബേബിയും ഇല്ല കേട്ടോ. രണ്ടാളും പുറത്ത് ഫിഷ് വാങ്ങാൻ വേണ്ടി പോയിട്ടില്ലത്. നമ്മളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ തന്നെ നല്ല ഓഫർ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നദീർക്ക് വേഗം പോയതാട്ടോ. എന്താ വാങ്ങിച്ചെന്നൊന്നും അറിയില്ല. എന്താ കിട്ടിയേ? അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. അയലിന് എന്നെ അന്നമ്മ മിന്നാന്ന് വാങ്ങിച്ച ഡ്രസ്സിന്റെ കവറില്ലേ? ഡ്രസ്സിന്റെ കവറാ? ഡ്രസ് അതും എടുത്തോ? എന്താ വാങ്ങിച്ചെന്ന പപ്പ? ഇവരെ ബിസിനസ് ട്രിക്കാണ് അത്. കൗണ്ടറിൽ തന്നെ ഈ സാധനം വെച്ചിട്ട് ബില്ലടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവിടെ കണ്ടിട്ട് അത് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ ചോക്ലേറ്റ് വാങ്ങിത്തരാം. കുട്ടികൾക്ക് എപ്പോ ഇത് തന്നെയാണ് ഇഷ്ടം. കിൻഡർ ജോയ് അല്ലേ? ബാപ്പാക്ക് അത് കഴിക്കുന്നതല്ല, അതൊക്കെ ടോയ്സ് ആണ്. ടോയ്സ് കളിക്കുന്ന സാധനാണ്. തിരക്കുണ്ടായിനാ? നമുക്ക് അവർ വാങ്ങിട്ടുണ്ടായിട്ടില്ല. നമ്മള് സുഡിയോന്ന് വാങ്ങിച്ചിട്ടുണ്ടായ കുറച്ച് ഡ്രസ്സാണ്. നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ കേട്ടാ. നമ്മള് പത്തനും ചിക്കൻ കറി ഉണ്ടാക്കിയത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടാള് പോയിട്ടുണ്ടായത്. എതിർക്കായ ഹാങ് ചെയ്യുന്നത് നമ്മള് കാണിച്ചിട്ടുണ്ടായിനാ? ഇല്ലല്ലേ? നമ്മള് ഹോമെന്ന് എഴുതിയ ഒരു കുഞ്ഞ് എടുക്കുന്നോണ്ട് മാത്രം പേഴ്സണൽ എടുത്ത് കളിക്കുന്നോണ്ട് ഞാൻ അങ്ങനത്തെ സാധനം വാങ്ങി. അത് നല്ല യൂസ്ഫുൾ ആണ്. നമ്മളെ കീയും കാര്യങ്ങളൊക്കെ അവിടെ ഹാങ് ചെയ്യാൻ വേണ്ടിട്ട് നല്ലതാണ്. വൈറ്റ് പൂച്ച കാരണം ഈച്ചക്ക് വരാൻ പറ്റൂല. അടി കൊടുക്കാൻ. അപ്പൊ നമ്മളെ ഡ്രസ് ഇതാട്ടാ. ഞാൻ ഷർട്ടാണ് ഇപ്പോൾ കൂടുതൽ വാങ്ങിക്കല്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വർക്കിന് പോകുമ്പോഴെല്ലാം നല്ല ഇടാൻ കംഫർട്ടബിൾ ഇതാ ഇങ്ങനത്തെ ഷർട്ടാണ് കേട്ടോ. ഷർട്ടും ജീൻസിൻ്റെ പാൻറ്റും ആണ്. പിന്നെ ഇതാ ഇത് നെസു ബേബിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. നെസുവിന് ഇങ്ങനെ ഒരു ടോപ്പും ഇങ്ങനെ ഒരു ടോപ്പും പിന്നെ ഇതാ ഒരു സ്കേർട്ടല്ല, ഇത് ട്രൗസറാന്ന് തോന്നുന്നു. യെസ്, ഇത് ട്രൗസറാണ് നെസ് ബേബിൻ്റെ ഇത് വരുന്നത്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഇതാ ഇവർക്ക് മെയിനായിട്ട് വീട്ടിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സാണ് വേണ്ടത്. ദഗീഷിന്റെ ഡ്രസ്സാണ് കേട്ടോ. ഇത് നല്ല കളർ. ഇതുവരെ നെസ് ബേബി ഇങ്ങനത്തെ ഒരു കളർ ഇട്ടിട്ടില്ല. ഇത് ട്രൗസർ. അത്യാവശ്യം നമുക്ക് അടുത്ത് നെസ് ബേബിക്ക് നമ്മള് എപ്പോ അങ്ങനെ ഹലോ ഒന്ന് പറയട്ടെ. ട്രൗസർ ഓള് കുഞ്ഞിലേക്കാണുള്ളത് കഴിഞ്ഞാ. പിന്നെ ഇതായത് നെസുവിന് ഒരു നമ്മളെ ബെഡ്ഷീറ്റിന് ഇതാണ് നെതിർക്ക് അറിയാണ്ട് ഞാൻ എടുത്തതാണ്. ലൂസ് ഫിറ്റ്. നമ്മള് ക്രോപ്പ് ടോപ്പ് നല്ല രസമുണ്ട്. ഞാനിത് നെതിർക്ക് അറിയാണ്ട് എടുത്തതാണ്. ഇത് പിന്നെ എന്റെ ഒരു പാന്റാണ് കേട്ടാ. നമ്മളെ മിലിറ്ററി ഗ്രീൻ ഇല്ലേ? നമ്മളെ ലൈഫിൽ ഒരു ബേബി കടന്നു വരുമ്പോൾ ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം ഉണ്ടല്ലേ. അതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ ബേബിക്ക് ബെസ്റ്റ് ആയിട്ട് ഒരു ഡയപ്പർ സെലക്ട് ചെയ്യാന്നുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ലീക്കേജ് പിന്നെ സൈസ് ഇവയൊക്കെ നമ്മൾ നോക്കണം. ഇതൊന്നും നോക്കാണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ഒരു ഡയപ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ബേബിക്ക് ഇറിറ്റേഷൻ, അതായത് റാഷസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ബേബി അത്രയും അൺകംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ലീക്കേജും. അപ്പൊ എന്റെ ബേബിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളെ ലവ് ലാപ്പിന്റെ സുപ്രീം
സുപ്രീം പാൻസ് ആണ് കേട്ടോ. ഈ ഒരു ഡയപ്പർ നമ്മൾ ബേബീന്റെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഡയപ്പറിൽ തന്നെ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ലീക്ക് ആവാൻ പാടില്ല എന്നതാണ്. ഈ ഒരു ഡയപ്പറിൽ 5 ലെയർ സൂപ്പർ ലൈറ്റ് കോർ ആണ് കേട്ടോ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലീക്ക് ആവാനുള്ള ചാൻസസേ ഇല്ല. പിന്നെ ഇത് 12 hours ലോങ് ലാസ്റ്റിംഗ് ആട്ടോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എയർ കംഫർട്ടബിളും കൂടിയാണ്. പിന്നെ സ്കിൻ കെയർ നോക്കുകയാണെങ്കിൽ ആന്റി റാഷ് അലോവേറ ലോഷൻ ഉള്ളതുകൊണ്ട് തന്നെ റാഷസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു പാൻസിന്റെ അബ്സോർബൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ്സിൽ 500 ml കളർ വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ നമ്മളെ പാൻസ് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് എത്രത്തോളം ഡ്രൈ ആയിട്ടുണ്ട് നോക്കട്ടെ. നമ്മൾ ടിഷ്യൂവിൽ ഒരു തുള്ളി പോലും വെള്ളമില്ല, ഫുൾ ഡ്രൈ ആയിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് എന്താ സ്ക്വീസ് ചെയ്ത് നോക്കട്ടെ. ഈ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്ത് നോക്കാം. ഇതാ സ്ക്വീസ് ചെയ്തിട്ടും ഒരു തുള്ളി പോലും പുറത്തേക്ക് വന്നില്ല. അത്രത്തോളം നമ്മളെ പാൻസ് അബ്സോർബ് ചെയ്തു കേട്ടോ വെള്ളം. അപ്പോൾ ഈ വെള്ളമെല്ലാം എവിടെയാണ് പോയതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ പാൻസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇതാ ജെല്ല് പോലെയാണ് ആയിട്ടുള്ളത്. അവിടെ ഒരു ലിക്വിഡോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിൽ അലോവേറ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ 0 ഇറിറ്റേഷൻ ആണ്. പിന്നെ ഇതിന്റെ മെറ്റീരിയലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ബേബി അത്രയും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു യെല്ലോ കളർ ലൈന് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബേബി യൂറിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് യെല്ലോ കളർ മാറി ബ്ലൂ കളർ ആവും കേട്ടോ. അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ബാക്കിൽ ഒരു സ്റ്റിക്കറും കൂടി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂസിന് ശേഷം ഇതാ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഡിസ്പോസ് ചെയ്യാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ലവ് ലാപ്പിന്റെ ഈ ഒരു സുപ്രീം പാൻസ് ഡിഫറെന്റ് സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബേബി ഓരോ മന്തും ഓരോ സൈസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ്. അപ്പൊ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനെന്ന് എന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ പോകുന്ന സമയത്ത് മർസീൻ SBM പറഞ്ഞ് നമ്മളെയും കൂട്ടണം, നമ്മളിവിടെ ഒറ്റക്കാക്കിട്ട് പോകണ്ടെന്ന് പറഞ്ഞല്ലേ. ഹലോ, ഇങ്ങളോടെ നിൽക്കുന്നു തിരക്കിലാണ്. എന്റെ ബ്ലെൻഡർ എല്ലാം ഫുള്ള് കടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞു. ഞാൻ പിന്നെ അത് വാങ്ങിച്ചതാണ്. ഒക്കെ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അറ്റത്തൊരു മോനെ പോലത്തെ സാധനം പിടിച്ച് കടിച്ചിട്ട് പിന്നെ മർസി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മൾ രാവിലെ കാണിച്ചു തന്നത് അതിനല്ലേ. അപ്പൊ നെസ് ബേബി എന്റെ വീട്ടിലേക്ക് ഇപ്പൊ ഏകദേശം ഒരാഴ്ചയൊന്നും വരാത്തത് കേട്ടാ. ഒരാഴ്ചക്ക് മുമ്പായിട്ട് അവിടെ വന്നതാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ എല്ലാവർക്കും ഫീവർ വന്നിട്ടുണ്ടായിരുന്നു, വൈറൽ ഫീവർ. അപ്പൊ ആ സമയത്ത് എന്റെ ഉമ്മ പറഞ്ഞ് കുട്ടികളൊന്നും കൂട്ടിയിട്ട് അങ്ങനെ വരണ്ട, എല്ലാവർക്കും വന്നി. ഇപ്പൊ എല്ലാം വന്നു കഴിഞ്ഞാൽ ആകെ സൈഡ് ആവും. 102 അങ്ങനെ നല്ല ഹൈ ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യൽ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ അവിടെ എല്ലാവർക്കും സുഖമായി. അതുമാത്രമല്ല എന്റെ ഉപ്പാക്കും നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു. പനിയൊക്കെ നല്ല അധികമായിട്ട് ക്ഷീണമെല്ലായിട്ട് താല് വീണിട്ട് തലയൊക്കെ ഇവിടെ ഒക്കെ പൊട്ടി, കണ്ണിന്റെ ഇവിടെയൊക്കെ നല്ല എന്താ പറയുക ബ്ലാക്ക് എല്ലാം അടിച്ച് ആകെ പണിയായിന്. AKGയിലാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിന്. എന്താ സീൻ ഒരു ദിവസം നീ വന്നില്ലേ ഡോക്ടറെ കാണിക്കുന്ന സമയത്ത്. അപ്പൊ അൽഹംദുലില്ലാഹ് ഇപ്പൊ എല്ലാവർക്കും സുഖായി എല്ലാം അടിപൊളിയായി അല്ലേ. ഓക്കെ ഓള് മമ്മത്തില് വീകുന്ന ഒരു സംഭവം കണ്ടിന്. സ്വപ്നം കണ്ടതായിരിക്കോ? ഞാന് കാറിൽ ഇരുന്നിട്ട് ഉറക്കത്ത് എണീച്ച പാട് എന്നോട് പറയുന്നത് ബാബിയും ഉമ്മയും ചക്കിച്ചെല്ല് വെള്ളത്തിൽ മുങ്ങിപ്പോയിന്ന് പറഞ്ഞിട്ട് സ്വപ്നം കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിട്ടാ. ഓ സ്വപ്നം കണ്ടിരുന്നാണ് സംഭവം കണ്ടിരുന്നു പറയുന്നത്. എന്നിട്ട് ആരാ രക്ഷിച്ചേ? ഉമ്മി രക്ഷിക്കൂല, ഉമ്മിക്ക് നീന്താ അറിയില്ലല്ലോ. നമ്മളിപ്പോ കുറച്ച് ദിവസമായിട്ട് എടുക്കുന്ന വീഡിയോയില് പുറത്തേക്ക് ട്രാവലിംഗ് ആണല്ലേ, പുറത്ത് പോകുന്നുണ്ട്. ആ ചെരുപ്പ് ഇടുന്ന നമ്മള് ആരാന്ന് ഇവിടെ ബാക്കിലുണ്ട്. നീ നമ്മളെ പേര് വന്നല്ലേ? ആക്ക് ചെറിയൊരു ഉറക്കെല്ലാം വന്നിട്ടാ ഉള്ളത്. ആ തുറന്നില്ല, തുറന്നോ? ആരും പുറത്ത് കാണുന്നില്ല. കിട്ടിയില്ലേ കളിക്കാളെ? കിട്ടിയില്ല നമുക്ക്. നെസുവിന്റെ വണ്ടി പോലത്തെ ഒരു വണ്ടി ഇവിടെ ഉണ്ട്. എന്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് വാങ്ങിയതാ. എല്ലാരും ഈ സെക്കൻഡ് ബർത്ത്ഡേക്കാണ് ഇതിനെ കൊണ്ട് വണ്ടി കളിക്കാൻ. ഇടക്കിടക്ക് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉപ്പാന്റെ മാറിയോ ചോദിക്കും.
അപ്പൊ ഇവർക്ക് ചായക്കുള്ള സ്നാക്കാണ് കേട്ടോ. ഇവർക്ക് എന്ന് പറയുമ്പോ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്. ആ കുഴപ്പമില്ല, ഐസ് ഉണ്ടാകുമ്പോ കഴിക്കും. ഐസു എന്താണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യോള്. അപ്പൊ നമ്മള് ഇവിടെ എത്തിയേട്ടാ. നമ്മള് ഇൻഷാല്ല ഇപ്പം തന്നെ കുറച്ചു നേരം പോയി. ആ വരുന്ന സമയത്ത് ഇവരെങ്ങനെയും കൂട്ടിയെന്നുള്ളൂട്ടാ. പിന്നെ നദീർ ഖാന്റെ അനിയന്റെ വൈഫ്, അതായത് ഹാഫിലല്ലേ സിറാജിന്റെ വൈഫ് ഇവിടെ ഉണ്ടായിന്. അപ്പൊ അവരെല്ലാം ഉണ്ടായോണ്ട് നെസൂന് ജമാലിയില് കളിക്കാനുണ്ടാവില്ല. അവരിന്നലെ പോയി. ഇന്നലെ 2 ദിവസമായി പോയിന്ന് പറഞ്ഞു. അതുകൊണ്ട് ഐസു ബേബിയും നെസു മാത്രമേ ഉള്ളൂ. അവരപ്പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. ഒച്ചപ്പാടും മടിയും പിടിയെല്ലാം ഉണ്ടാവാ. അത് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തേ പറഞ്ഞു. ഇവര് കുറച്ച് വലുതായി കഴിഞ്ഞാൽ എല്ലാരും അപ്പുറം മടിയായി കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാരും ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും. അങ്ങനെ എല്ലാവരും ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. നല്ല ഇഷ്ടം കാര്യം തന്നെയാണ്. പിന്നെ നമ്മളെ Q&A കാര്യം മറക്കണ്ട കേട്ടോ. നമ്മളെ അടുത്ത് തന്നെ Q&A സംഭവം ഇട്ടും കുറെ ചോദ്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മ എപ്പോൾ വരാമെന്ന് ചോദിച്ചിട്ട് ഹർസിന്റെ ഉമ്മ കേട്ടോ. ഹർസിന്റെ ഉമ്മ അടുത്ത മാസമാണ് വരുന്നത്. പക്ഷെ എപ്പോഴാണ് എങ്ങനെ വരുന്നതെന്ന് നമ്മളിപ്പോൾ പറയുന്നില്ല, Q&A പറയാം. പിന്നെ വരുന്ന സമയത്ത് നമ്മളൊരു വ്ളോഗ് കൊടുക്കും അല്ലേ. പിന്നെ വേറെന്താ പറയണ്ടേ, ഫംഗ്ഷൻ വീടില്ല. അടുത്ത മാസം നല്ല ഫംഗ്ഷൻ ആയിരിക്കും കേട്ടോ. വേറെങ്കിലായിരിക്കും ഫംഗ്ഷനെ കൊണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു വീഡിയോ അതിന്റെ അല്ലേ. അപ്പൊ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി നെക്കി പൊട്ടിക്കുക. ഇപ്പൊ നമ്മൾ അത് പറയലില്ല. അപ്പൊ ചെയ്യാത്തവര് വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ വരാം. അതുവരേക്കും